അപ്പോൾ രാവിലെ തന്നെ എനിക്ക് 8ൻ്റെ അല്ല 16ൻ്റെ ഒരു മുട്ടൻ പണിയാണ് കിട്ടിയത് കേട്ടോ. ഇന്നലെ വൈകുന്നേരം നമ്മുടെ ഇവിടുത്തെ ചേട്ടന്മാരെ പുഴയിൽ നിന്ന് മീൻ പിടിച്ചുകൊണ്ട് വന്നായിരുന്നേ. അപ്പോൾ അതിൽ നിന്ന് കുറച്ച് നമുക്കും തന്നായിരുന്നു, കുറച്ച് മീൻ. ഇതേത് മീനാണെന്ന് അറിയില്ല, പക്ഷെ അത്യാവശ്യം നല്ല വലിയ മീനായിരുന്നു ഒരെണ്ണം. അതൊന്ന് വെട്ടിയെടുക്കേണ്ടത് അതിലും വലിയൊരു ടാസ്ക്കായിരുന്നു. അല്ല, ഒരു മീൻ അത്യാവശ്യം ഇത്രയും നല്ല വലിപ്പം, ഏകദേശം 1.5 കിലോയെങ്കിലും കാണും ഈ ഒരു മീൻ. ഈ ഒരു മീനിൻ്റെ പേര് എനിക്കറിയില്ല കേട്ടോ. അപ്പോൾ ഫ്രിഡ്ജിൽ വെച്ചതായതുകൊണ്ട് ആദ്യം 2-3 വെള്ളത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് മാറ്റിയിട്ട് അതിൻ്റെ ഐസൊന്ന് മാറ്റി കിട്ടാൻ വേണ്ടിയിട്ട്, എന്നിട്ട് ആദ്യം തന്നെ ഞാൻ ചെറിയ മീനുകളെല്ലാം ഒന്ന് കട്ട് ചെയ്തെടുക്കാമെന്ന് വിചാരിച്ച്, എന്നിട്ട് ലാസ്റ്റ് വലിയ മീൻ കട്ട് ചെയ്യാമെന്ന് വിചാരിച്ച്. അപ്പം നമ്മൾ ഇത്രയും മീൻ നമ്മൾ എടുത്തിട്ടൊന്നുമില്ല കേട്ടോ, കുറച്ച് മീൻ നമ്മളപ്പുറത്ത് കൊടുക്കുകയും ചെയ്തു. കട്ട് ചെയ്തിട്ടാണ് കൊടുത്തത് കേട്ടോ. അതുകൊണ്ടാണ് എനിക്ക് ഇത്രയും പണിയായി പോയത്. ഞാൻ മീൻ്റെയൊക്കെ വയറ്റിൽ നിന്ന് കിട്ടിയതാണ് കേട്ടോ ഈ ഒരു സംഭവം. ഞാനതെടുത്ത് പൊട്ടിച്ച് നോക്കായിരുന്നു, പണ്ട് ഞാനിങ്ങനെ ചെയ്തിട്ടുണ്ട്, ആ ഒരു ഓർമ്മയിൽ ചെയ്ത് നോക്കിയതാണ്. എന്നിട്ട് ആ മീനെല്ലാം കട്ട് ചെയ്ത് കഴിഞ്ഞു. എന്നിട്ട് ഞാൻ ഈ വലിയ മീൻ എടുത്തു, എന്നിട്ട് എങ്ങനെയും പയ്യനെ കട്ട് ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചു. നല്ല സമയമെടുത്ത് ഈ ഒരു മീൻ കട്ട് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ട് കേട്ടോ, നല്ല ബുദ്ധിമുട്ടായിരുന്നു. അതോ വെട്ടിയെടുത്തിട്ട് അത് മാത്രമല്ല, ഈ മീൻ ഈ ചേറിൽ വളർന്ന മീനായതുകൊണ്ട് ഇതിനൊരു ചേറിൻ്റെ സ്മെല്ല് വരും. അപ്പോൾ ആ സ്മെല്ലൊക്കെ മാറി കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ കട്ട് ചെയ്തിട്ട് പിന്നെ ഇതിനെ നന്നായിട്ട് കുരച്ച് നല്ലവണ്ണം കഴുകി ക്ലീനാക്കി എടുക്കണം. അപ്പോൾ ഇതിൻ്റെ കളർ തന്നെ മാറി കിട്ടും. ഞാനിതിനെ നന്നായിട്ട് വെട്ടിയെടുത്തിട്ട് പിന്നെ ഞാൻ കുറച്ച് ഉപ്പ് വിതറിയിട്ട് അതിൻ്റെ പുറത്തിട്ട് നന്നായിട്ട് തേച്ച് കഴുകി എടുത്തു. അപ്പോൾ അതിൻ്റെ കളർ തന്നെ മാറും, ആ ബ്ലാക്ക് കളർ മാറിയിട്ട് നല്ല വൈറ്റ് കളറാവും. അങ്ങനെ എടുക്കണം, ഇല്ലെങ്കിൽ ആ ഒരു ചേറിൻ്റെ സ്മെല്ല് അങ്ങനെ ഇരിക്കും നമ്മൾ കഴിക്കുമ്പോഴൊക്കെ. ഞാൻ പിന്നെ ഈ മീൻ ഇങ്ങനെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചു. നമ്മൾ കുറേ വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ട്, അങ്ങനെ കഴിച്ചിട്ടില്ല. അപ്പോൾ അങ്ങനെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടായിരുന്നു കേട്ടോ ചെയ്തത്. അതിന് ഞാൻ ഈ മസാലയൊക്കെ പുരട്ടിയിട്ട് കുറച്ച് നേരം ഫ്രിഡ്ജിൽ വെച്ചിരുന്നു. ഫ്രിഡ്ജിൽ വെച്ച് വൈകുന്നേരം നമ്മൾ പിന്നെ എടുത്തിട്ട് ഫ്രൈ ചെയ്യാമെന്ന് വിചാരിച്ചെടുത്തത് കേട്ടോ. അപ്പോൾ ഇത്ര വലിയ മീൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ടേസ്റ്റ് ഉണ്ടായില്ലയോ ഒന്നും അറിയത്തില്ല. എന്തായാലും ഇങ്ങനെ ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചു. എല്ലാവരും ഫ്രൈ ചെയ്തെടുക്കാൻ നല്ല ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ. അങ്ങനെ ചരിച്ചും പിടിച്ചും ഒക്കെ എന്തായാലും ഫ്രൈ ചെയ്തെടുത്ത് എന്തായാലും. പക്ഷേ കഷ്ടപ്പെട്ടതൊക്കെ വെറുതെ ആയിപ്പോയി. കാരണം ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ എനിക്കെന്തോ ഇഷ്ടപ്പെട്ടില്ല എൻ്റെ ടേസ്റ്റ്. ഞാൻ എൻ്റെ കാര്യം പറഞ്ഞത്, മറ്റുള്ളവർക്ക് അങ്ങനെയാണെന്ന് അറിയത്തില്ല, പക്ഷേ എനിക്കെന്തോ ഇഷ്ടപ്പെട്ടില്ല. അങ്ങനെ വെച്ചു.